ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പത്മസ് വ്ലോഗിൽ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് നമ്മൾ പാട്ട് കണ്ടിട്ടല്ലോ മുംബൈയിൽ ഫ്ലൈറ്റിലേക്ക് പോകുന്നതും പിന്നെ അവിടെ എത്തിയിട്ട് ഫുഡ് ഇതെല്ലാം ഞാനിട്ടു ചെറിയൊരു വ്ലോഗായിരുന്നു. പക്ഷേ കുറച്ച് ലാഗ് അടിച്ചു. ഞാൻ സോറി പറയുന്നത് സോറി. അപ്പോൾ ഞാൻ മുംബൈക്ക് ഇറങ്ങാൻ പോകണം. ഇപ്പോൾ ഇവിടെ പോകുന്നത് അറിയില്ല. രാത്രി 12 മണിക്കാണ് തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് എന്നുള്ളത് ഇക്കാത്തിൻ്റെ ജോബിൻ്റെ ഒരു ഫ്ലാറ്റിലാണ് നമ്മളുള്ളതെന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. നമുക്ക് പുറത്ത് പോകാം. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ പോവാണ്. ഇപ്പോൾ ഒന്നിട്ടില്ല ചുരിദാർ, ബ്ലാക്ക് ചുരിദാറും ഇതിനാണ് വീഡിയോയിൽ അതിൻ്റെ ഇതൊരു ഷോർട്ട് സ്റ്റാൻസിലുണ്ട് തോന്നുന്നു. ഇങ്ങനെയാണ് ബ്ലാക്ക് പാൻറ്റ് പിന്നെ ഒരു ഷേപ്പിടും ഹീലാണ് എടുക്കുന്നത് ഗൈസ്. അപ്പം കുറച്ച് മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒലയും ലിപ്സ്റ്റിക് കൂടും എന്നിട്ട് നമ്മൾ യാത്ര പുറപ്പെടും. ഇപ്പോൾ മുംബൈ ചുറ്റിക്കറങ്ങലോ നമ്മൾ ഒരു അംബാനിൻ്റെ വീട്ടിൽ കാണുന്ന പറയുന്നത് മുംബൈയിലാണല്ലോ ഇവർ ഷാറുഖ് ഖാൻ അമ്പനിക്ക്. അപ്പോൾ അവരൊക്കെ വീട് പിന്നെ കുറേ താജ് ഫുൾ കറങ്ങാൻ പോകാം. അത്ര നമുക്ക് പറയാനുള്ളൂ. നല്ല എക്സൈറ്റഡ് ഉണ്ട്. കാരണം ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്തുനിന്ന് കിടക്കുന്നതും ആ കേരളത്തിന് പുറത്ത് പോയ സ്ഥലത്തുനിന്ന് കറങ്ങുന്നതും. ഇതൊക്കെയാണ് ലൈഫ്. ഇങ്ങനെയൊക്കെ പോകണം. ആരും പോകാത്തവരുണ്ടെങ്കിൽ പോകണം. എനിക്ക് അത്ര പറയാനുള്ളൂ. നമ്മൾ പോകാൻ വേണ്ടി മേക്കപ്പ് ഇട്ടിട്ട് പോകുമ്പോൾ വ്ളോഗ് എടുക്കാം. കാറിലെല്ലാം ഉള്ളതെടുക്കാം. ഞാൻ വോയിസ് ഓവർ എടുക്കുന്നതായിരിക്കും. കാരണം എനിക്ക് ആൾക്കാർ മുമ്പ് വ്ളോഗ് എടുക്കൽ കുറച്ച് മടിയാണ്. മടിയെന്നല്ല, ഫേമസ് ആയിട്ട് ഞാൻ വ്ളോഗ് എടുക്കാം. അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ എന്തോ പോലെ നാണം അങ്ങനെ തന്നെ പറയാം. അപ്പം ഞാൻ പറയട്ടെ ഗായ്സ്, അങ്ങനെ നമ്മൾ പുറപ്പെടാൻ പോവാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പോകാൻ പോവാണ്. നമ്മളിപ്പോൾ ഫ്ലാറ്റിൻ്റെ താഴത്താണുള്ളത്. ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് കാറിലല്ലേ പോകുന്നത്, അതുകൊണ്ട് നടക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഞാൻ ബ്ലാക്ക് ചുരിദാർ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണല്ലോ. അങ്ങനെ നമ്മൾ ഇതായിരുന്നു നമ്മളെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഇനിയും കുറേ വ്യൂ നിങ്ങൾ കാണാൻ ബാക്കിയുണ്ട്. പാർക്ക്, ജിം, ഇതെല്ലാം ഞാനൊരു എക്സ്ട്രാ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങളിത് കാണും. പിന്നെ നിങ്ങൾക്ക് ഞാൻ തറ വരെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസൈൻ പുല്ലുകളുള്ളത്. നിങ്ങൾക്ക് കുറേ ഞാൻ നിലമൊക്കെ നമ്മളിവിടെ നടക്കുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ ഗൈസ്. എൻ്റെ ഒലയും ലിപ്സ്റ്റിക്കും പോകാണ്ടാണ് ഞാൻ നോക്കിയത്. പോലത്തെ നല്ല കാറ്റിന് ഷോളും എല്ലാം ഇതായിട്ടുണ്ടായിരുന്നു. അന്നേരമായിരുന്നു എനിക്ക് ഒരു മൈൻഡ് സെറ്റ് വരുന്നത്, ചുരിദാർ ഇടണ്ടായിരുന്നു എന്നുള്ള മൈൻഡ് സെറ്റ്. പിന്നെ നമ്മൾ കാറിൻ്റെ സ്ഥലത്ത് പോയി നമ്മൾ പൂട്ടിയിട്ട് കാർ പാർക്കിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറിയ കാഴ്ചയാണ് ഇത്. ലൈന് പോലെ പ്രസൻറ്റും ആബ്സെൻറ്റും പറയുന്ന പോലെ ലൈന് പോലെ ഒരു ബോയ്സ് എല്ലാവരും ബ്ലാക്ക് കളർ ഇട്ടിട്ട്. അപ്പോൾ ഗൈസ് ഇത് ഞാൻ സ്ഥലം എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചതായിരുന്നു. അപ്പോൾ അറിയില്ല പറഞ്ഞതാണ് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും കാറിൽ കയറി നമ്മൾ യാത്രയായി ഗൈസ്. ഇതെല്ലാവരും ഉറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. കോമഡിയാണ്. നല്ല ഉറക്കത്തിലായിരുന്നു. കാരണം ലേറ്റായിട്ടാണ് അവിടെ എത്താൻ, അതുകൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. വ്യൂ ഒരു രക്ഷയില്ല. ഇപ്പോൾ ക്ലൗഡിൻ്റെ വ്യൂ ആയിരുന്നു. ബിൽഡിങ്സ് എത്തിയേക്കില്ലായിരുന്നു. ക്ലൗഡ് നല്ല ഭംഗിയായി ചെന്നിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പോകാൻ. കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് ഇതാണ് ബാക്കിലെ 2 വൈബ് ആൾക്കാർ. ഇതാണ് പോക്കീസാണ് ഇതൊക്കെ. അത് പൂക്കിനേക്കാളും പൂക്കി ബക്കറിനെയും നമ്മൾ കണ്ടു. ഇതാണ് ഗൈസ് റിയൽ ആപ്പിൾ ഷോറൂം എന്ന് പറയുന്നത്. 2 സ്ഥലത്താണല്ലോ, ഡൽഹിയിലും മുംബൈയിലാണെന്ന് തോന്നുന്നു. ഇതാണ് റിയൽ ആപ്പിൾ ഷോറൂം വരെ നമ്മൾ കണ്ടു. പിന്നെ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് ബിൽഡിങ്സിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. മുംബൈത്തെ അടിപൊളിയായിരുന്നു. നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. വീഡിയോസിൽ നിങ്ങൾക്ക് അത്ര ക്ലിയറായി തോന്നില്ല, പക്ഷേ നേരിട്ട് കാണാൻ സത്യമാണല്ല അടിപൊളിയാണ് വ്യൂ. പിന്നെ ഇതൊരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ നെയിം മറന്നുപോയി. ഒരു ഫേമസ് ബ്രിഡ്ജാണ്. മുംബൈത്തെ ബിൽഡിങ്സൊക്കെ കണ്ട് നല്ല വൈബായിട്ട് തോന്നി. പിന്നെ നമ്മൾ തപ്പിയത് ഷാറൂഖ് ഖാൻ്റെ മന്നത്ത് ഹൗസിനായിരുന്നു നമ്മൾ തപ്പിയത്. ആലിയ ഭട്ടിൻ്റെ ഒക്കെ വീട് ഇവിടെയാണ്. അപ്പം അംബാനിൻ്റെ പേർക്ക് പിന്നെ പോകാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ആദ്യം നമ്മളൊന്ന് മന്നത്ത് കാണാം. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഷാറൂഖ് ഖാൻ്റെ മന്നത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മന്നത്ത്, വലിയ ഗേറ്റ്. അങ്ങനെ നമ്മൾ ഷാറൂഖ് ഖാൻ്റെ മന്നത്തൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു സ്ഥലത്ത് കീനിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി കീനിതാണ്. സൺസെറ്റിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ മന്നത്ത് കണ്ടു, എല്ലാം കണ്ടു. ഇനി നമ്മൾ സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് എവിടെ പോകുന്നറിയില്ല. എന്നാലും സൺസെറ്റ് നോക്കാൻ പോയിട്ടോ ഗൈസ്. നമ്മൾ സൺസെറ്റ് നോക്കാൻ പോയ പ്ലേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഓറഞ്ച് ലേസ് വാങ്ങി. അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മൾ സൺസെറ്റ് കാണാൻ പോകുന്ന. ഓറഞ്ച് ലേസ് എത്തുന്നതുകൊണ്ടാണ്. അങ്ങനെ അവിടെ സൺസെറ്റ് ഇല്ല എന്നുള്ളൊരു ഇത് നമ്മൾ അറിഞ്ഞു. അവിടെ സൺസെറ്റ് ഇല്ല, അവിടെ എന്തോ പൂട്ടി കിടക്കായിരുന്നു. അങ്ങനെ നമ്മൾ അതേ വൈക്കിയിരുന്നു. അങ്ങനെ നമ്മളൊരു ബീച്ചിലെത്തി കേട്ടോ ഗൈസ്. സൺസെറ്റൊക്കെ പോകാറായിട്ടുണ്ടെങ്കിൽ ബീച്ചിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് പറയാൻ പറ്റാത്ത ഭംഗിയാണ്. അടിപൊളിയായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കലും എല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബീച്ച് കാണാൻ തന്നെ ഒരുപാട് അടിപൊളിയായിരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഗൈസ് അവിടെ കോണ് വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കോണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 3-4 കോണ് വിൽക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗി.
പിന്നെ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ പൂക്കി, കാക്കൻ്റെ ഒരു ഫ്രണ്ടാണ്. പൂക്കി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, അതുപോലെ ഞാൻ വിളിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറേ പിന്നെ ഞാൻ പറഞ്ഞില്ല ഗൈസ് കുറച്ച് കോൺ വാങ്ങിയത്, അങ്ങനെ നമ്മൾ കോൺ നിന്നു. പിന്നെ ഇതേ കണ്ണട കൊണ്ട് എന്തെല്ലോ കളിച്ചു, പക്ഷെ നടന്നിക്കില്ല എന്നുള്ളൂ, എന്തെല്ലോ ഷോ ആക്കി കളിച്ചു. ഇതേ കണ്ണട കൊണ്ട് പിന്നെയും ഞാൻ ഷോ ആക്കി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ, കാരണം ആ വൈബ് നല്ല രസമുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ചൊന്നുമല്ല, നമ്മളിക്കാക്കൻ്റെ വൈഫിനെയും വെച്ചിട്ട് കപ്പിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇക്കാക്ക അവിടെ നിന്നായിരുന്നു, എടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തുനിന്ന്. നമ്മളെവിടെ പോകുന്നത് മന്നത്ത് ഷാറൂഖ് ഖാന്റെ പോരന്റെ പേര്. ഷാറൂഖ് ഖാൻ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ മുന്നിട്ട് പോകുന്നതാണ് ഗൈസ്, ഷാറൂഖ് ഖാന്റെ വീട്ടിൽ പോവാണ്. ഇതാണ് ഷാറൂഖ് ഖാന്റെ വീട്, മന്നത്ത് ആണ് ഷാറൂഖ് ഖാന്റെ മന്നത്ത്. ഷാറൂഖ് ഖാന്റെ പുരയാണ്. ഗേറ്റ് തന്നെ ഇത്ര വലുത്, പുരൊന്നും കാണാൻ പറ്റുന്നില്ല, സെക്യൂരിറ്റി ഒന്നും നമ്മളെ കൊല്ലു. ഗൈസ് നമ്മൾ മഞ്ഞത്ത് കണ്ടു. ഇനി നെക്സ്റ്റ് ലൊക്കേഷൻ ഈസ് ഷവർമ. അത് കഴിഞ്ഞിട്ട് അംബാനീസ് വീട്, അത് കഴിഞ്ഞിട്ട് അമ്മീൻ്റെ പുറത്ത് പോകാം. അമ്മനീൻ്റെ പുറത്ത് പോകുന്നല്ല, അവിടെ ഫോട്ടോ എടുക്കാം. പിന്നെ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കാറിൽ കയറി അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട്, പിന്നെ നമ്മൾ 3 മാമനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മളിത് ഇന്ന് ഉച്ചക്ക് കണ്ട ആ ഒരു ബ്രിഡ്ജാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. എന്തെന്തോ മോദിൻ്റെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, അതാണ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെച്ചതിന് നല്ല രസമുണ്ടായിരുന്നു. ആ ബ്രിഡ്ജ് നേരിട്ട് കാണാൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര തരില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഗൈസ് ഇത്. അതിൽ മോദിജിയൊക്കെ ഉണ്ട്, അതെന്തോ പരിപാടി നടക്കുന്നുണ്ട് മുംബൈയിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, മോദിയിലും വരുന്ന എന്തോ പരിപാടി നടക്കുന്നുണ്ട്, അറിയില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് രാത്രിത്തെ മുമ്പത്തെ വ്യൂ കാണിച്ചാൽ ഇതാണ് രാത്രിത്തെ വ്യൂ. ബിൽഡിങ്സൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ല ഭംഗിയിൽ നിന്നിട്ട് ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടോ ഗൈസ്, ബിക്കോസ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമുക്ക് ഈ ബിൽഡിങ്സിൻ്റെ ഇടയ്ക്ക് അംബാനീൻ്റെ പുരയും കാണാം കേട്ടോ ഗൈസ്. അത് ഞാൻ എടുക്കാൻ മറന്നു, നമ്മൾ പിന്നെ അംബാനീൻ്റെ പുറക്ക് പോകാൻ നിന്നിട്ടില്ല. പിന്നെ എല്ലാവരും ഒരു ബർഗറും ഷവർമയൊക്കെ, ശരിക്കും ഷവർമ വാങ്ങാൻ പോയി, എനിക്ക് ബർഗർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ബർഗർ തിന്നു. അങ്ങനെ ബാക്കിൽ നിന്ന് എല്ലാവരും തിന്നുന്നു, ജസ്റ്റ് വീഡിയോ എടുത്ത് 2 പൂക്കികളെല്ലാം തിന്നു നോക്കി. പിന്നെ ഡിക്കിന്നായിരിക്കും, ഡിക്കി വൈബ് ഉള്ളതുകൊണ്ട് ഡിക്കിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ തിന്നു. ഞാൻ ബർഗറാണ് ചൂസ് ചെയ്തത്, അങ്ങനെ ഞാൻ ബർഗർ തിന്നുകയാണ് ഗൈസ്. ഞാൻ ഒരു കോലത്തിലുള്ള, എൻ്റെ കോലം നിങ്ങൾ നോക്കല്ലേ, കാരണം നല്ല കോലത്തിലായിരുന്നു ഞാൻ ഒക്കെ ഉണ്ടായത്. പിന്നെ നമ്മൾ സ്റ്റാർബക്സിൽ പോയി ഗൈസ്. സ്റ്റാർബക്സ് മീൻസ് സ്റ്റാർബക്സ്, ഞാൻ വലിയ ഓവറാക്കിയതാണ്. അപ്പം നമ്മൾ താജ് ഹോട്ടൽ അപ്പുറത്തുണ്ട്, നമ്മൾ സ്റ്റാർബക്സിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. സ്റ്റാർബക്സിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ ഫസ്റ്റ് ടൈം സ്റ്റാർബക്സിലേക്ക് കയറാൻ പോവുകയാണ്, അതാണ് എൻ്റെ ഒരു ഇത്. സ്റ്റാർബക്സിൽ കയറിയപാടിന് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈം അടിപൊളിയായിരുന്നു. കയറിയപാടിന് നല്ല വ്യൂ എല്ലാം തന്നിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ സ്റ്റാർബക്സിന് 2 കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തോ ഒരു നമ്മളെ പേരുള്ള എന്തോ സ്റ്റാർബക്സിൽ വന്നു ഗൈസ്. അങ്ങനെ ഫ്രണ്ട്സ് സാറാന്ന് വിളിച്ചതായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു ഒന്നുകൂടി എന്നെ വിളിക്കുമോ എന്നുള്ളത്. ഫാത്തി സാറാന്ന് എഴുതി സ്റ്റാർബക്സിൻ്റെ കോഫികളായിരുന്നു ഗൈസ് വന്നത്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാവരും ഇത് കുടിച്ചു, ഞാനും കുടിച്ചു. ഞാൻ ദേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഫുള്ള് തളർന്നു കേട്ടോ, മുടിയൊക്കെ തളർന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർബക്സിന് വിട പറയുകയാണ്, കോഫിയൊക്കെ കുടിച്ചു, എല്ലാം കുടിച്ചു. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ്, ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ സ്റ്റാർബക്സ് നേരെ വിട്ടു ഗൈസ്. ഇതൊക്കെ താജ് ഹോട്ടലിൻ്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. സ്റ്റാർബക്സ് നമ്മൾ പോയി, ഇതാണ് താജ് ഹോട്ടൽ എന്ന് പറയുന്നത് ഗൈസ്. ഇതായിരുന്നു താജ് ഹോട്ടലിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. അടിപൊളി വ്യൂ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളെല്ലാം നടക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. ഇത് എല്ലാവരും ഇരിക്കുന്ന ഒരു പ്ലേസ് ആണ്, അതുകൊണ്ട് നമ്മളും ഇരുന്നു, അത്ര തന്നെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം എനിക്ക് ചിരിച്ചു തരും, അങ്ങനത്തെ നല്ല കുട്ടികളാണ് നമ്മളെ കൂടെ ഉള്ളത്. അങ്ങനെ എല്ലാവരും ചിരിച്ചു തരും, ഞാനും ഉണ്ട് ഗൈസ്. ഞാനൊക്കെ തളർന്ന ആവശ്യമായിട്ടുള്ളത്, നമ്മൾ കുറേ നേരം നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇരുന്നു, അത്ര തന്നെ. പിന്നെ നമ്മൾ നേരെ വിട്ടു കേട്ടോ ഗൈസ്. നല്ല ബ്ലോക്ക് ആയിരുന്നു, നമ്മൾ പുറത്തേക്ക് ഗൈസ്, നല്ല ബ്ലോക്ക്. നമ്മൾ ബാർസലോണയുടെ കളിയാണ്, ബാർസലോണയും വേറെ ഏതോ ടീം INT എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ സംഭവം കളി കാണാറുണ്ട്. പക്ഷെ എനിക്ക് ബാർസ ജയിച്ചാൽ ഒരു കളിയാണ്, അത്രയേ ഉള്ളൂ, അങ്ങനത്തെ ഒരു കളി ഗൈസ്. നമ്മൾ കളി കാണാനിരുന്നതാണ്. ഇവിടെ 2 ബാർസലോണ ടീമുണ്ട്, ഒന്ന് ഞാനും ഒന്ന് ബക്കറും, ഞാൻ 5 ഒരാളാണ്. അപ്പം നമ്മൾ ബാർസ ജയിക്കുമെന്നറിയില്ല, കാരണം 2 ടീമിനും 2 ഗോളുണ്ട്, അതാണ് പറഞ്ഞത്. നമ്മൾ എത്തിയിട്ടാ കുറേ ലേറ്റ് ആയി, നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് 2 മണിക്കൂറൊക്കെ. ഞാനൊക്കെ ഉറങ്ങിയിട്ടൊന്നും എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നില്ല, കുറച്ച് കഷ്ടപ്പെട്ടു എന്നല്ലാണ്ട്. പക്ഷെ ഞാൻ ബോംബെ കറങ്ങിട്ടോ, ബോംബെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം തുടങ്ങും ഇവിടെ, ഇപ്പം പരസ്യമാണ്.
എന്തായിരുന്നു പറയാൻ വിചാരിച്ചാൽ നമ്മൾ പോകുമ്പോൾ ആ സീറ്റിൽ നിന്ന് ഇരുന്നിട്ടുള്ള പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ പിന്നെ ഞാൻ പറയാൻ എനിക്ക് എന്ത് പറയാൻ കിട്ടുന്നില്ല. ഇനി ഇത് പാട്ട് ഡേ 1 കേരള ടു മുംബൈ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇത് ഡേ 1 മുംബൈക്ക് വ്ളോഗ്. ഇനി ഡേ 2 വരും. നാളെ ഷോപ്പിംഗ് അങ്ങനത്തെ എന്തെങ്കിലും സംതിങ് ഉണ്ടാവും. ഡേ 3 വരും. എല്ലാവരും എൻ്റെ വ്ളോഗ് കാണാം. എനിക്ക് ഒത്തിരി പറയാനുള്ളൂ. ബാഴ്സലോണ ഒന്ന് ജയിച്ച് കിട്ടിയാൽ മതിയേന്. കളി ഉറക്കൊഴിച്ച് കാണുന്ന ഞാൻ ഡിസംബർ കളി കാണാറില്ല, തീരെ കാണാറില്ല. ജയിച്ച ആൾ മാത്രം നോക്കാം. എനിക്ക് ഫുട്ബോൾ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ ജയിക്കുന്നത് നോക്കൂ, തോക്കുന്നത് നോക്കൂ, അതൊക്കെ നോക്കൂ. അല്ലാണ്ട് പിന്നെന്താ പിന്നെ എത്ര ഗോളായി എന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കും. അല്ലാണ്ട് എല്ലാവരും കാണുന്നവർ ഇങ്ങനെ കാണുന്നില്ല, അത് ഞാൻ കാണില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ജേഴ്സി ഇട്ട് കളിയുള്ളതുകൊണ്ടൊന്നുമില്ല. വേറെ ഡ്രസ്സിലേക്ക് ഞാൻ ജേഴ്സി ഇട്ട് ഇവരെല്ലാവരും തോക്കുന്ന റിയൽ മാഡ്രിഡിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം തോക്ക് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഗായ്സ് ഞാൻ വിട പറയുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കളിയൊക്കെ കളി കണ്ടു കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്. ഉറക്കം വരുന്ന അങ്ങനെ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കരുത്. അപ്പോൾ ഓക്കെ ബൈ. ഇനി ഡേ 3 ഡേ 4 കാണാം. ടാറ്റാ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.